ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് LDC തിരുവനന്തപുരം, അതുപോലെ കണ്ണൂർ, കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ് ഇവിടെയൊക്കെ നടന്ന 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു, ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണോ എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തിരുവനന്തപുരത്ത് LDC ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ഓക്കെ, ആദ്യം നടന്നത് ചാന്നാർ ലഹളയാണ്, രണ്ടാമത്തത് മലബാർ കലാപം, മൂന്നാമത്തത് വൈക്കം സത്യാഗ്രഹം, നാലാമത്തത് ക്ഷേത്ര പ്രവേശന വിളംബരം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഓക്കെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ശരിയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 തെറ്റാണ്. ജാലിയൻ വാലാബാഗ് എന്ന് നടന്നത് ജാലിയൻ വാലാബാഗ് 1919 ഏപ്രിൽ 13 1919 21. ഓക്കെ, 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. ശരിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ശരിയാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? 1949 ഇത് സ്ഥാപിതമായത്. ഇത് ശരിയാണ്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ്. തെറ്റാണ്. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? നാറ്റോ HQ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസിലാണ്. ബ്രസൽസില്. ഓക്കെ, ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡൻ. തെറ്റാണ്. ഓക്കെ, റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ശരിയാണ്. അല്ല, സോറി, തെറ്റാണ്. ഓക്കെ, ഇതിന്റെ അവസാനമായി ചേർന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. സ്വീഡൻ. ഓക്കെ, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. ശരിയാണ്. ഏപ്രിൽ തീസിസ് VI ലെനിൻ. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ. തെറ്റാണ്. ലോങ് മാർച്ച് മാവോ സേത്തോങ്. വേൾഡ് ഹിസ്റ്ററി പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരിയാണ്. 1988 ജനുവരി 20 അന്തരിച്ചു. ശരിയാണ്. 1987 ഭാരതരത്ന ലഭിച്ചു. ശരിയാണ്. ഗുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയാണ്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏത്? ഇത് രൂപീകരിച്ചത് 1953 ശരിയാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. തെറ്റാണ്. ഫസൽ അലി, അത് ഫസൽ അലി കമ്മീഷനാണ്. ഓക്കെ, ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ശരിയാണ്. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ശരിയാണ്. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. തെറ്റാണ്. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് N2O ഒരു ഹരിത ഗൃഹവാതകമാണ്. ശരിയാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. തെറ്റാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ശരിയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? അഗുൽഹാസ് പ്രവാഹമാണ്. അഗുൽഹാസ് പ്രവാഹം. താഴെ പറയുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം അഗുൽഹാസ് പ്രവാഹം. ഓക്കെ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ശരിയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ നിലയം സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. തെറ്റാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഓക്കെ, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഓക്കെ, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്?
NW 3 NW 3 കൊല്ലം മുതൽ കോട്ടപ്പുറം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? ലോക പരിസ്ഥിതി ദിനാഘോഷം. ഓക്കെ, സൗദി അറേബ്യയാണ്. കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപ്പന്നത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഓക്കെ, ശരിയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപ്പന്നത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണ്. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ശരിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. തെറ്റാണ്. ഓക്കെ, ഗോതമ്പ്, നെല്ല്, ചോളം, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-2023 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഓക്കെ, 1 B ആണ്. 1-ാം സ്ഥാനം നെല്ലാണ്, 2-ാം സ്ഥാനം ഗോതമ്പ്, 3-ാം സ്ഥാനം ചോളം, 4-ാം സ്ഥാനം പയറുവർഗ്ഗങ്ങൾ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓക്കെ, പ്രസ്താവന 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. ശരിയാണ്. പ്രസ്താവന 2, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ശരിയാണ്. ഓക്കെ, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ചു ഇവയുടെ ശരിയായ ക്രമം ഏത്? ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം: ആദ്യം ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, പിന്നെ ഭൂപരിഷ്കരണം, പിന്നെ ബാങ്ക് ദേശസാൽക്കരണം, നെക്സ്റ്റ് 500,000 നോട്ടുകളുടെ നിരോധനം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് വരുന്നത്. നമുക്ക് ഓപ്ഷനിൽ നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 17-ാമത്തെ ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ശരിയാണ്. പ്രസ്താവന 2, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. അതും ശരിയാണ്. പ്രസ്താവനകൾ 1, 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1-ന്റെ വിശദീകരണമാണ്. ഓക്കെ, 18-ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും ഇനീഷ്യേറ്റീവ്സ് അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഓക്കെ, അടൽ ഇന്നൊവേഷൻ മിഷൻ സംരംഭം ലക്ഷ്യം എന്താണ്? 1 B ആണ്. സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. ഓക്കെ, മെത്തനോൾ സമ്പദ്ഘടന 2 C ആണ് ഉത്തരം. എണ്ണ ഇറക്കുമതി ബില്ല്, ചെലവ് കുറയ്ക്കുക. ഓക്കെ, 3-ാമത്തത് സഹകരണ ഫെഡറലിസം, ലക്ഷ്യം എന്താണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. 4 ശൂന്യ ക്യാമ്പയിൻ, 4A ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു വായു മലിനീകരണം കുറയ്ക്കുക. ഓക്കെ, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവനകൾ 1, 2, 1, 4 ശരിയല്ല. ഓക്കെ, സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക. തെറ്റാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. ശരിയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ശരിയാണ്. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. ശരിയാണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ശരിയാണ്. തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഓക്കെ, ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. തെറ്റാണ്.
7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. ശരിയാണ്. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. തെറ്റാണ്. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? 1. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ശരിയാണ്. 326. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു. തെറ്റാണ്. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. ശരിയാണ്. 1989 62 ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. തെറ്റാണ്. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? 1, 2 ശരി. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ശരിയാണ്. ഓക്കെ. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. തെറ്റാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട്. തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ്? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. ശരിയാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. തെറ്റാണ്. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. അത് ശരിയാണ്. ശരിയാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. ഓക്കെ. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. തെറ്റാണ്. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ശരിയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? മാൻസുഖ് മാണ്ഡവ്യാണ്. അപ്പോൾ കേന്ദ്ര മന്ത്രിമാരുടെ ചോദ്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 15ാമത്തെ പ്രസിഡന്റ് ആണ്. 15ാമത്തെ പ്രസിഡന്റ്. 14ാമത്തെ പ്രസിഡന്റ്. തെറ്റാണ്. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശരിയാണ്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തെറ്റാണ്. ഓക്കെ. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? ഏത് രാജ്യത്തെയാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത് ആണ്. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്ത്. ഓക്കെ. സ്നേഹ സ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സ്വാന്തനം. കുഷ്ഠരോഗികൾക്കുള്ള നൽകുന്ന പ്രതിമാസ ധനസഹായം. തെറ്റാണ്. പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് നൽകുന്ന ധനസഹായം. തെറ്റാണ്. സിക്കിൾസ് അനീമിയ രോഗികൾക്ക് നൽകുന്ന ധനസഹായം. തെറ്റാണ്. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓക്കെ. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. ശരിയാണ്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. ശരിയാണ്. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. തെറ്റാണ്. ഓക്കെ. വാത്സല്യ നിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? വാത്സല്യ നിധി 1, 3. ഓക്കെ. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യ നിധി.
OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം തെറ്റാണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ശരിയാണ്. അമ്മ തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം തെറ്റാണ്. വാത്സല്യ അതല്ല. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് കേരള സമൂഹ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ശരിയാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വിദ്യാജ്യോതി പദ്ധതി ശരിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പരിപാടി തെറ്റാണ്. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി തെറ്റാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ എം ഷാജർ. ഓക്കെ. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി. ഓക്കെ. 33ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന. ഓക്കെ. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു ശരിയാണ്. പച്ച നിറം മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു തെറ്റാണ്. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കി കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ശരിയാണ്. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നും സൂചിപ്പിക്കുന്നു തെറ്റാണ്. ഓറഞ്ച് നിറമാണ് മുന്നറിയിപ്പ് ഉണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നത്. പച്ച നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നും സൂചിപ്പിക്കുന്നു. ഓക്കെ. പേശികളിലെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ടെൻഡൻ. ഓക്കെ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഓക്കെ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏത്? അക്രോമെഗാലിയാണ്. ഭീമാകാരത്വം അല്ല, മിക്സഡിമും അല്ല, ക്രെറ്റിനിസും അല്ല. ഓക്കെ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലൂടെ സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. ഓക്കെ. സലൈവറി അമിലൈസ് അല്ല, ലിപ്പേസ് അല്ല, പെപ്സിൻ അല്ല. ഓക്കെ. 40ാമത് ക്വസ്റ്റ്യൻ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? മിഠായി. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യ. ഓക്കെ. ഇത് തന്നെ ഒരേ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ലേ? രണ്ടാമതും റിപ്പീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നു. ഓക്കെ. 42ാമത്തെ ക്വസ്റ്റ്യൻ, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ഗ്രാം = 10 m/s². 2 ജൂൾ ആയിരിക്കും. 2 ജൂൾ. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയിലെ, ഇതൊക്കെ SCRT ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ആഗസ്റ്റ് 23. ദേശീയ ബഹിരാകാശ ദിനം ഇന്ത്യയിൽ. ഓക്കെ. 46ാമത് ക്വസ്റ്റ്യൻ, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര്? ആദിത്യ L1. 47ാമത് ക്വസ്റ്റ്യൻ, രാജദ്രാവകം അക്വാ റീജിയ എന്നാൽ നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്? 1:3.
രാജദ്രാവകം അക്വാറജിയ എന്നാൽ നൈട്രിക് ആസിഡ്, അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3 റേഷ്യോയില്. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏത്? സാഞ്ചിയാണ്, സാഞ്ചി. താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി ഏത്? സോഡിയം അമാൽഗം. താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി സോഡിയം അമാൽഗമാണ്. പാലല്ല, കഞ്ഞിവെള്ളമല്ല, ചളിവെള്ളമല്ല. ഇതൊക്കെ എലിമിനേഷൻ അല്ലെങ്കിൽ കോമൺ സെൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഓക്കെ, 50ാമത് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ്, സിങ്ക് ബ്ലെൻഡ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സ്. അപ്പൊ നോബൽ പ്രൈസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീമാണ്. ഓക്കെ, അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിന്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ് ആണ്, സർക്കസ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? കുഞ്ഞനന്ദൻ നായരാണ്. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ. ഏത് കൃതിയിലെ വരികളാണിവ? മുഹ്യുദ്ദീൻ മാല, മുഹ്യുദ്ദീൻ മാല. ഒരു ജ്ഞാനപീഠം പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ് ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ. ഓക്കെ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. 58 മൻസൂർ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? കേരള വന ഗവേഷണ കേന്ദ്രമാണ്. കേരള വന ഗവേഷണ കേന്ദ്രം. ഓക്കെ. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയ ഇത് പൂരിപ്പിക്കുക. ഓക്കെ. ബൈറ്റ്, KB, MB, GB, ജിഗാബൈറ്റ് ആണ്. പിന്നെയാണ് ടെറാബൈറ്റ്, TB. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ശരിയാണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ് ശരിയാണ്. ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് തെറ്റാണ്. ആൻഡ്രോയിഡ് ഗൂഗിൾ ശരിയാണ്. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ലാൻ, വാൻ, മാൻ, ക്യാൻ ആണ്. ഇത് IT റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് അല്ല. ഓക്കെ. താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? ഇൻസ്റ്റാഗ്രാമിൽ മെറ്റ ഉണ്ട്, ഫേസ്ബുക്കിൽ മെറ്റ ഉണ്ട്, വാട്സപ്പിൽ മെറ്റ ഉണ്ട്, ടെലിഗ്രാമിൽ മെറ്റ ഇല്ല. ഡീപ്പ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനത്തിലെ ഗവർണറാണ്, സ്റ്റേറ്റ് ഗവർണറാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതാണ്? നിസ്വാർത്ഥ സേവനങ്ങൾ. അപ്പൊ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? ഗതാഗതം, ഇൻഷുറൻസ്, വാർത്താ വിതരണം. 66 ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത് എന്നാണ് ചോദ്യം. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. തെറ്റാണ്. ഓക്കെ. അല്ലാത്ത പ്രവർത്തനം അല്ല. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഏതൊക്കെയാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ? ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. 67 ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മാനസികവും ശാരീരികവും ആയി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക. ശരിയാണ്. സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക. ശരിയാണ്. സാമ്പത്തിക ചൂഷണം. ശരിയാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012 ആണ്. 2012. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടല്ലോ.
കാരണം നേരത്തെ ഇവിടെ നമ്മൾ പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ. നോക്കാം. ഒരു മിനിറ്റ്. പോക്സോ കണ്ടില്ലേ? ഓക്കെ, നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഓ 70. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രേഖ ശർമ്മ. അപ്പോൾ ഇങ്ങനത്തെ കമ്മീഷൻസിന്റെ നാഷണൽ സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻസിന്റെ ചെയർമാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തീമാണ്. ഓക്കെ. 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? 2k⁻+1 × 2⁵ 2�7. ഓക്കെ. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? 30 ദിവസം. ഓക്കെ. ഒറ്റയാനെ കണ്ടെത്തുക. 25,631, 52,16,3, 33,44,2, 34,42,4. എന്തായിരിക്കും? നോക്കാം. രാജു 8 കിലോമീറ്റർ വടക്കോട് സൈക്കിളിൽ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 മീറ്റർ യാത്ര ചെയ്ത ശേഷം 2 കിലോമീറ്റർ യാത്ര ചെയ്തതിനു ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? തെക്ക്. ഹെലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? താഴെ തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏത്? 4, 7, 12. 4, 7 ഡിഫറൻസ് എത്രയാ? 3. പിന്നെ ഒരു 5 ഡിഫറൻസ് വരുന്നത്. 3, 5 അടുത്ത 7 ആയിരിക്കും ഡിഫറൻസ്. 12 + 7 19. A പ്ലസ് എന്ന ചിഹ്നത്തെയും B മൈനസ് എന്ന ചിഹ്നത്തെയും C ഹരിക്കണം എന്ന ചിഹ്നത്തെയും D ഇൻറ്റു എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ എത്ര ഡാഷ് എത്ര സൂചിപ്പിക്കുന്നു? ഓക്കെ. ദി ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദി ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്, ഹാസ് അറൈവ്ഡ്. ഹാവ് അറൈവ്ഡ് അല്ല, ആർ അറൈവ്ഡ് അല്ല, വിൽ ബി അറൈവ്ഡ് അല്ല, ഹാസ് അറൈവ്ഡ്. അറൈവ്ഡ് എന്നാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഡാഷ്. ലെറ്റ്സ് ഗോ. ഷാൾ വി എന്നാണ്. ഷാൾ വി. ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. He says that he is attending a training. He says that he is attending a training. Okay. If I had money, I dash the poor. I would help the poor എന്നാണ്. The doll belongs dash the child to the child. Identify the correct spelling. Propriety. Okay. Propriety എന്നാണ്. PROPRIETY ആണ്. IETY. The idiom bone of contention means subject of dispute ആണ്. Bone of contention, subject of dispute. Okay. The dash of wolves howled at the moon. The pack of wolves howled at the moon ആണ്. Okay. Pack ആണ്. Pack of wolves. Identify the synonym of amendment. Modification ആണ്. Identify the antonym for deficit. Antonym deficit surplus. Okay. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സന്തതി ഇല്ലാത്തവൻ എന്നാണ്. അനപത്യൻ. താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? കവയിത്രി. റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സലിംഗ ബഹുവചനം ഏത്? പുരുഷന്മാർ, മിടുക്കർ, ശൂദ്രർ, അധ്യാപകർ. പുരുഷന്മാർ. ഓക്കെ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സംഗ്രഹിക്കുക, ചുരുക്കി പറയുക. ഓക്കെ, ശരി. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ? പിഞ്ഞാണത്തിന്റെ വർണ്ണം.
പിഞ്ഞാണവും വർണ്ണവും അല്ല, പിഞ്ഞാണം പോലുള്ള വർണ്ണം അല്ല, പിഞ്ഞാണത്തിലെ വർണ്ണം അല്ല. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക എന്നാണ്. അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ദ്രൗണി ആര്? അശ്വത്ഥാമാവാണ്. അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. ചിത് പ്ലസ് മുദ്ര ചിന്മുദ്ര. തത്ത എന്നുള്ള ത. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആര്? AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ കേരള പാണിനി. മലയാളം ഓപ്ഷനിൽ പഠിക്കാണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് വിശ്വസ്തൻ. ശ്രേഷ്ഠൻ ശരിയാണ്. വിശിഷ്ടൻ ശരിയാണ്. ഡായാണ്. പ്രേഷ്ഠൻ ടായാണ്. വിശ്വസ്തൻ തായാണ് അവിടെ വരുന്നത്. ഓക്കെ, സാധാ തത്ത എന്നുള്ള തായാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.